നമസ്തേ. കൊല്ലം ശാസ്താംകോട്ടയിലെ ഒരു എയ്ഡഡ് സ്കൂളിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിൽ ചർച്ചയാവുന്നത്. ചില വിദ്യാർത്ഥികൾക്ക് മതപരമായ കാരണങ്ങളാൽ പ്രവേശനം നിഷേധിച്ചുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അതേസമയം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നിയമപരവും ഭരണപരവുമായ കാരണങ്ങളാലാണ് നടപടി ഉണ്ടായതെന്ന് വിശദീകരണവും ഉയരുന്നുണ്ട്. ഈ വിവാദത്തിന്റെ വിവിധ വശങ്ങളാണ് ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ടിൽ പരിശോധിക്കുന്നത്. ശാസ്താംകോട്ടയിലെ ഓർത്തഡോക്സ് സഭയുടെ നിയന്ത്രണത്തിലുള്ള എയ്ഡഡ് സ്കൂളിലാണ് വിവാദത്തിന് തുടക്കമായത്. ചില വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ചുവെന്ന പരാതിയോടെയാണ് വിഷയം പൊതു ചർച്ചയായത്. സാമൂഹിക മാധ്യമങ്ങളിലും ചില വാർത്താ പ്ലാറ്റ്ഫോമുകളിലും സംഭവം വലിയ രീതിയിൽ പ്രചരിച്ചു. ഒരു വിഭാഗം ഇത് മതപരമായ വിവേചനമാണെന്ന് ആരോപിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് താല്പര്യങ്ങളുണ്ടെന്ന് വാദിക്കുന്നു. വിവാദത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് സ്കൂളിലെ പ്രവേശന നടപടിക്രമങ്ങളാണ്. വിദ്യാർത്ഥികളുടെ രേഖകൾ, ഹാജർ സംബന്ധമായ നിബന്ധനകൾ, യൂണിഫോം ചട്ടങ്ങൾ, പഠനക്രമം എന്നിവ പാലിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് സ്കൂൾ അധികൃതരെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. അതേസമയം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസാവകാശം നിഷേധിക്കപ്പെട്ടുവെന്നാണ് പരാതിക്കാരുടെ നിലപാട്. പ്രവേശനം നിഷേധിച്ചത് മതപരമായ കാരണങ്ങളാലാണോ അതോ ഭരണപരവും നിയമപരവുമായ കാരണങ്ങളാലാണോ? ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. ചില പോസ്റ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ രേഖകൾ ഇല്ലായിരുന്നുവെന്നും സ്കൂൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ലെന്നും അവകാശപ്പെടുന്നു. എന്നാൽ ഈ വാദങ്ങൾ ഔദ്യോഗിക അന്വേഷണത്തിലൂടെയോ കോടതി വിധിയിലൂടെയോ സ്ഥിരീകരിക്കപ്പെട്ടവയല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥി ഹാജർ, ഡിവിഷൻ നിലനിർത്തൽ, അധ്യാപക തസ്തികകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മുൻപും ചർച്ചകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ശാസ്താംകോട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ ശരിയാണോ എന്നത് പരിശോധിക്കേണ്ടത് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അധികാരികളും അന്വേഷണ ഏജൻസികളുമാണ്. അന്വേഷണ ഫലങ്ങൾക്ക് മുൻപേ ഏതെങ്കിലും വിഭാഗത്തെ കുറ്റക്കാരായി മുദ്രകുത്തുന്നത് ശരിയായ സമീപനമല്ലെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം, ഹാജർ, യൂണിഫോം, രേഖകൾ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും നിലവിലുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യ പരിഗണന ഉറപ്പാക്കുന്നതോടൊപ്പം സ്ഥാപനത്തിന്റെ ചട്ടങ്ങളും പാലിക്കപ്പെടണം. വിവാദം കൂടുതൽ രാഷ്ട്രീയവും സാമൂഹികവുമായ തലങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ചില സംഘടനകൾ സ്കൂൾ അധികൃതരെ പിന്തുണച്ച് രംഗത്ത് വന്നപ്പോൾ മറ്റു ചില സംഘടനകൾ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതോടെ വിഷയം വിദ്യാഭ്യാസ രംഗത്തെ ഒരു തർക്കത്തിൽ നിന്ന് സാമൂഹിക ചർച്ചയായി മാറുകയായിരുന്നു. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം മത സാമൂഹിക വൈവിധ്യത്തിനിടയിലും സഹവർത്തിത്വത്തിന്റെ മാതൃകയായാണ് പലപ്പോഴും ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങൾ ഉയരുമ്പോൾ വസ്തുതകൾ കണ്ടെത്തുന്നതിന് മുൻപ് സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്ന പ്രചാരണങ്ങൾ ഒഴിവാക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അന്വേഷിക്കേണ്ട പ്രധാന വിഷയങ്ങൾ: 1. പ്രവേശനം നിഷേധിച്ച സാഹചര്യം എന്തായിരുന്നു? 2. ആവശ്യമായ രേഖകൾ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നു? 3. സ്കൂൾ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നു? 4. പരാതിക്കാരുടെയും സ്കൂൾ അധികൃതരുടെയും വാദങ്ങളിൽ ഏതാണ് ശരി? 5. വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്ന നടപടി എന്താണ്? ഈ വിവാദത്തിൽ സത്യം പുറത്തു വരേണ്ടത് വികാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഏതെങ്കിലും സമുദായത്തെയോ സ്ഥാപനത്തെയോ വ്യക്തിയോ കുറ്റക്കാരായി പ്രഖ്യാപിക്കുന്നത് സമൂഹത്തിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ശാസ്താംകോട്ട സ്കൂൾ വിവാദം വിദ്യാഭ്യാസം, നിയമം, സാമൂഹിക സഹവർത്തിത്വം എന്നിവയെ ഒരുപോലെ സ്പർശിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടക്കുമ്പോൾ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയും നിയമാനുസൃതമായ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ബന്ധപ്പെട്ട അധികാരികളാണ്.